BJP വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്ന മന്ത്രി സജി ചെറിയാന്റെ പരിഹാസത്തിന് മറുപടിയുമായി KCBC. സജി ചെറിയാന്റെ പ്രസ്താവന അനൗചിത്യം നിറഞ്ഞതെന്ന് KCBC വക്താവ് ജേക്കബ് പാലയ്ക്കപ്പള്ളി പറഞ്ഞു. പ്രധാനമന്ത്രി ക്ഷണിച്ച യോഗത്തിലാണ് ബിഷപ്പുമാർ പങ്കെടുത്തത്. നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതും ഇതുപോലെയാണെന്നും ജേക്കബ് പാലയ്ക്കപ്പള്ളി പറഞ്ഞു. പ്രധാനമന്ത്രി വിളിച്ച ഒരു ക്രിസ്മസ് ആഘോഷത്തിലാണ് രാജ്യത്തെ ക്രൈസ്തവ നേതാക്കന്മാർ പങ്കെടുത്തത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഒരു മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വളരെ മോശമായി അതിനോട് പ്രതികരിച്ചു എന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഔചിത്യരഹിതമായ വാക്കുകളാണ്. അപ്പോൾ അത്തരം സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ വിമർശിക്കുമ്പോൾ പോലും സംസ്കാര സമ്പന്നമായ രീതിയിൽ മാന്യതയുടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം വിമർശിക്കാൻ എന്നാണ് അക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ളത്. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, ഈ കൂടിക്കാഴ്ചയുടെ സമയത്ത് തന്നെ ബിനോയ് വിശ്വം വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ സജി ചെറിയാന്റെ ഭാഷയാണോ ഇപ്പോൾ വിവാദമായത്? ഇന്നലെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പരിഹാസരൂപേണയുള്ള പരാമർശമുണ്ടായത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം, പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ പോയ ബിഷപ്പുമാരിൽ ചിലർക്ക് രോമാഞ്ചമുണ്ടായി എന്ന തരത്തിലുള്ള പരിഹാസ പരാമർശം അദ്ദേഹത്തിൽ നിന്നും വന്നത് ഇന്നത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. KCBC വക്താവ് ഫാദർ ജേക്കബ് പാലയ്ക്കപ്പള്ളി ഇന്ന് ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നു. അനൗചിത്യം നിറഞ്ഞ പ്രസ്താവനയാണ് സജി ചെറിയാനിൽ നിന്നും ഉണ്ടായതെന്നും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഇരിക്കുന്നവർ സംസ്കാര സമ്പന്നമായ പദങ്ങൾ ഉപയോഗിക്കണം എന്നും ഇന്ന് ജേക്കബ് പാലയ്ക്കപ്പള്ളി പറയുകയുണ്ടായി. മാന്യത വിട്ടുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ഏതെങ്കിലും തരത്തിൽ താൻ നടത്തിയത് ഔചിത്യമില്ലാത്ത പരാമർശമാണെന്ന് തോന്നിയാൽ സജി ചെറിയാൻ തിരുത്തട്ടെ എന്നും പറയുകയുണ്ടായി ഫാദർ ജേക്കബ് പാലയ്ക്കപ്പള്ളി. മറ്റൊന്നുകൂടി പറഞ്ഞത്, ഇതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല, നേരെ മറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ച പരിപാടിയാണ്. ആ പരിപാടിയിലാണ് പങ്കെടുത്തത്, അതിൽ രാഷ്ട്രീയമില്ല എന്നും KCBC വ്യക്തമാക്കുന്നു. ശക്തമായ പ്രതിഷേധം കൂടി രേഖപ്പെടുത്തുന്നുണ്ട് KCBC. മന്ത്രി ഈ വിഷയം, ഈ പ്രശ്നത്തിൽ മന്ത്രിയുടെ പ്രസ്താവന തിരുത്തി മാപ്പ് പറയണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. നേരത്തെ മന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ഇന്നലെ തന്നെ പ്രതിഷേധം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ ഇതുവരെയും ഔദ്യോഗികമായി ഈ വിഷയത്തോട് പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായിട്ടില്ല. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.